Question number 12. Okay. ഈ ക്വസ്റ്റ്യൻ നമ്പർ 12 ശരിക്കും പറഞ്ഞാൽ സി എ എക്സാംസിൽ ഇതിൻ്റെ ഒരു ലിമ്പൊക്കെ വെച്ചിട്ട് എക്സാം ചോദിച്ചിട്ടുണ്ട് 5 മാർക്സിന്. CMA ഫൈനൽ എക്സാമിന് 8 മാർക്കിന് ഇതേ ക്വസ്റ്റ്യൻ നേരെ ഫിഗർ പോലും മാറ്റാതെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയലിൽ നിന്ന്. സോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, 2 ഇൻസ്റ്റിറ്റ്യൂട്ട്, CA ഇൻസ്റ്റിറ്റ്യൂട്ട്, CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സോ ഇപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, A Limited is engaged in manufacturing of chemical Y for which raw material X is required. ഓക്കെ, കെമിക്കൽ വൈയുടെ മാനുഫാക്ചറിങ്ങിലാണ് ഇതാണ് റോ മെറ്റീരിയൽ എക്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സിൻ്റെ കേസിൽ ഒരു കോസ്റ്റ് 350 അൺലോഡിംഗ് ചാർജ് 20, ഫ്രൈറ്റ് ഇൻവേർഡ് 40 പറയുന്നുണ്ട്. ഇനി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് അതിൻ്റെ 300 NRV ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് 300. ഇനി കെമിക്കൽ വൈ വരുമ്പോൾ മെറ്റീരിയൽ ഒരു യൂണിറ്റിന് 440 വേണം, ഡയറക്റ്റ് ലേബർ 120 വേണം, വേരിയബിൾ ഓവർഹെഡ് 80 ഇനി അവിടെ ഒരു ഫിക്സഡ് ഓവർഹെഡ് 4 ലക്ഷം ഓൺ നോർമൽ കപ്പാസിറ്റി ഓഫ് 20,000 പറയുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ഓവർഹെഡ് ഷുഡ് ബി അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ നോർമൽ കപ്പാസിറ്റി. അപ്പോൾ 20 പെർ യൂണിറ്റ് കൂടി കോസ്റ്റിലേക്ക് എടുക്കണം. ഇനി ക്ലോസിംഗ് ബാലൻസ് റോ മെറ്റീരിയൽ എക്സും കെമിക്കൽ വൈയും 1000 and 2400 ഈച്ച് ആണ്. ഇനി NRV ഓഫ് കെമിക്കൽ വൈ 800 ആണെങ്കിൽ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും, NRV ഓഫ് കെമിക്കൽ വൈ 600 ആണെങ്കിൽ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും? ദിസ് ആർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് നേരെ കമ്പ്യൂട്ടേഷൻസ് എഴുതിയിട്ട് താഴെ നോട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന പ്രൊവിഷൻ എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യം ഞാൻ 2 വർക്കിംഗ് നോട്ട് എഴുതുവാണ്. എൻ്റെ ആദ്യത്തെ വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഒരു യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലിന് എന്താണ് കോസ്റ്റ്? അപ്പോൾ ഞാൻ പെർട്ടിക്കുലേഴ്സ് റുപ്പി പെർ യൂണിറ്റ് എടുക്കുവാണ്. റുപ്പി പെർ യൂണിറ്റ്. അപ്പോൾ റുപ്പി പെർ യൂണിറ്റ് നമ്മളിവിടെ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്കിവിടെ അവർ പറയുന്നുണ്ട്? നമ്മൾ പർച്ചേസ് പ്രൈസ് പറയുന്നുണ്ട്, കോസ്റ്റ് പ്രൈസ് പറയുന്നുണ്ട്. കോസ്റ്റ് പ്രൈസ് ഒരു യൂണിറ്റിന് 380. ഇനി നമുക്ക് എന്തുണ്ട്? അൺലോഡിംഗ് ചാർജസ് ആയിട്ട് അവർ ഒരു 20 പറയുന്നുണ്ട്. ഫ്രൈറ്റ് ഇൻവേർഡ് ആയിട്ട് അവരൊരു 40 പറയുന്നുണ്ട്. അങ്ങനെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എക്സ് നമുക്ക് ഒരു യൂണിറ്റ് 440. ഓക്കെ ആണോ? റോ മെറ്റീരിയൽ എക്സിന് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 440. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കെമിക്കൽ വൈ കൂടി നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ പെർട്ടിക്കുലേഴ്സ് ദെൻ റുപ്പീസ് പെർ യൂണിറ്റ് ഓക്കെ നമ്മൾ എടുക്കുന്നു. അവിടെ നോക്കിയാൽ അറിയാം നമ്മൾ ആദ്യം എന്തെടുക്കാൻ വേണ്ടി പോവാണ്? മെറ്റീരിയൽ കൺസ്യൂംഡ് എടുക്കുവാണ്. എത്രയാ? 440. ഇനി അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ എടുക്കുവാണ് 120. വേരിയബിൾ ഓവർഹെഡ് എടുക്കുവാണ് 80. ദെൻ നമ്മളുടെ ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ എടുക്കുവാണ് 4 ലക്ഷം പോസ്റ്റിൽ 20,000 നോർമൽ കപ്പാസിറ്റിയും വെച്ചിട്ട് എന്താണ് അലോക്കേറ്റ് ചെയ്യുവാണ് 20. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് കെമിക്കൽ വൈ പെർ യൂണിറ്റ് എത്രയുണ്ട്? 660 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ അല്ലേ? ഇപ്പോൾ 2 വർക്കിംഗ് നോട്ട് നമ്മളിപ്പം എഴുതി. ഇനി നമ്മൾ ഫസ്റ്റ് എഴുതുവാണ് നമ്മളുടെ റിക്വയർഡ് നമ്പർ 1, കേസ് 1, വാല്യൂ ഓഫ് ഇൻവെൻട്രീസ് ഇഫ് ദി കോസ്റ്റ് പെർ അല്ലെങ്കിൽ NRV ഓഫ് chemical Y is rupees 800 per unit. Okay,
800 NRV എങ്കിൽ വാട്ട് വിൽ ബി ദി സിറ്റുവേഷൻ? അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ നേരത്തെയുള്ള ടേബിൾ തന്നെ പെർട്ടിക്കുലേഴ്സ് കോസ്റ്റ് പെർ യൂണിറ്റ്, NRV പെർ യൂണിറ്റ്, വാല്യൂ പെർ യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ്, വാല്യൂ ഓഫ് ഇൻവെൻട്രി, അതേ ടേബിൾ ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ആദ്യം ഫിനിഷ്ഡ് ഗുഡ്സ്, ഓക്കെ ഫിനിഷ്ഡ് ഗുഡ്സ് അഥവാ കെമിക്കൽ വൈ നമ്മൾ ആദ്യം വാല്യൂ ചെയ്യും. അതിനുശേഷം നമ്മൾ റോ മെറ്റീരിയൽ എക്സിനെയും വാല്യൂ ചെയ്യും. കെമിക്കൽ വൈയുടെ കോസ്റ്റ് 660 NRV 800 വാല്യൂ ഒപ്പം 660. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റായ 660. നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് അങ്ങനത്തെ എത്ര യൂണിറ്റ് ഉണ്ട്? നമുക്ക് കെമിക്കൽ വൈയുടെ 2400 യൂണിറ്റ് ഉണ്ട്. അപ്പം 2400 × 660 15,84,000 ആയിരിക്കും വാല്യൂ ഓഫ് ഇൻവെന്ററി. ഓക്കെ, ഇനി നമ്മളുടെ കോസ്റ്റ് NRV കമ്പാരിസൺ വരുമ്പോൾ റോ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തിരിക്കുന്ന കോസ്റ്റിലാണെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ വാല്യുവേഷൻ വരുമ്പോൾ നമ്മൾ കോസ്റ്റായ 440 മാത്രം കൺസിഡർ ചെയ്താൽ മതി. NRV ഞാൻ നേരെ റെഫർ നോട്ട് എഴുതുവാണ്, താഴെ ഒരു നോട്ട് ഞാനത് കൊടുക്കും. ഇനി ഇതാണ് നേരെ നമ്മൾ 440 റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എടുക്കാം, 1000, അങ്ങനെ 4,40,000. അങ്ങനെ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻ്ററീസ്, ഓക്കെ, ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറയുന്ന സംഭവം ഇത് വരും. ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻ്ററീസ് വിൽ ബി എത്രയാ? 20,24,000. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഞാനിവിടെ നോട്ട് എഴുതുവാണ്. ഇൻവെൻ്ററീസ് ആർ വാല്യൂഡ് അറ്റ് lower of cost and net realizable value, and the write down is made on an item by item basis. Okay, in case of raw materials, if the finished goods can be sold at or above cost, no comparison with NRV is required and it can be valued directly at cost as per AS2. ഓക്കെ ആണോ? അപ്പോൾ ഇത് എഴുതിയപ്പോൾ ഏതാണ് നമുക്ക് പ്രൊവിഷൻ അറിയാൻ കൃത്യമായിട്ട് എന്നുള്ളത് വാല്യൂവറിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത്രയും പ്രൊവിഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയില്ലെങ്കിലും ടു ദിസ് എക്സ്റ്റെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി മാർക്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ, ഇനി നമ്മളുടെ കേസ് 2 നമ്മൾ പോവുകയാണ്. കേസ് 2 പോവാണ്. കേസ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററീസ്. if the NRV of chemical Y is ₹600 per unit. അപ്പം അവിടെ വരുമ്പോഴും സെയിം ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുക. വിൽ ബി ഹാവിങ് ദി സെയിം ടേബിൾ, പക്ഷേ വാല്യൂസ് വിൽ ബി ഡിഫറെൻറ്റ് അല്ലേ? വാല്യൂസ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് 660, NRV 600 ആണ്. അപ്പോൾ വാല്യൂ നമ്മുടെ പെർ യൂണിറ്റ് 600 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് അങ്ങനത്തെ 2400 യൂണിറ്റ് ഉണ്ട്. 600 × 2400 14,40,000 ആയിരിക്കും വാല്യൂ ഓഫ് ഇൻവെൻ്ററി. ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ കെമിക്കൽ വൈ എന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തിരിക്കുന്നത് NRVയിലാണ്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തിരിക്കുന്നത് NRVയിലാണെങ്കിൽ റോ മെറ്റീരിയലിനെയും NRV ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതുവാണ് റെഫർ നോട്ട്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ എഴുതി റെഫർ നോട്ട്. ഓക്കെ, ഇപ്പോൾ റെഫർ നോട്ട് എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ആ നോട്ട് താഴെ കൊടുക്കണം. ഇനി നമ്മളുടെ 300 വാല്യൂ. ഇങ്ങനത്തെ 1000 യൂണിറ്റ് ഉണ്ട്, 3 ലക്ഷം. അപ്പോൾ എത്ര വന്നു?
17,40,000 നമ്മളുടെ വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോട്ട് നമ്മൾ നോക്കിയാൽ, ഓക്കെ, നോട്ടായിട്ട് നമ്മൾ എഴുതിയാൽ, if the finished goods are valued at NRV, the related raw materials should also be compared with NRV. In such cases, the replacement cost of material will be considered as best estimate of NRV. Okay, le? If the finished goods are valued at NRV, the related raw materials should also be compared with NRV. In such cases, replacement cost of material will be considered as best estimate of NRV. Okay, le? ഇതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ആൻസർ ആയിട്ട് എഴുതാവുന്നത്.